ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫ്ലവർ ടു ഫ്ലവർ എന്ന ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ചുറ്റും പല ഫ്ലവേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ എഴുതേണ്ടത് എന്താ? നെയിം ഓഫ് ദ ഫ്ലവേഴ്സ് യു നോ. നിങ്ങൾക്ക് അറിയാവുന്ന ഫ്ലവേഴ്സൊക്കെ എഴുതുക. ലില്ലി ഉണ്ട്, റോസ് ഉണ്ട്, ഹിബിസ്കസ് എന്താണ്? ചെമ്പരത്തി. ജാസ്മിൻ എന്താണ്? മുല്ലപ്പൂ ഉണ്ട്. Are all flowers alike? In what respects are they different? എല്ലാ ഫ്ലവേഴ്സും ഒരുപോലെയാണോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? നമ്പർ ഓഫ് പെറ്റൽസ്, എത്ര ഇതളുകളുണ്ട്? നമ്പർ ഓഫ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതളുകളുടെ എണ്ണം, അവരുടെ കളറ്, പിന്നെ എന്താണ്? ഷേപ്പ് ഓഫ് പെറ്റൽസ്. ചില ചെടികളുടെ പെറ്റൽസിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഹിബിസ്കസിൻ്റെ ഇതളുകളുടെ ഷേപ്പ് ആണോ റോസിൻ്റെ ഇതളുകളുടെ ഷേപ്പ്? ഒരിക്കലും അല്ല, അല്ലേ? അതിൻ്റെ കളർ രണ്ടും സെയിം ആണോ? അല്ല. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. പെറ്റൽസിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയിട്ട് വരും. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് പൂവിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. നോക്കിയേ, ഇവിടെ പെഡിസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിൻ്റെ തണ്ടിനെയാണ് പെഡിസൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് തലമസ് എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഇതളുകളെല്ലാം ഏതിലോട്ടാണോ അറ്റാച്ച് ചെയ്തു വച്ചിരിക്കുന്നത് അതിനെയാണ് തലമസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് തലമസിന് അവിടെ നോക്കിയ ഒരു ഗ്രീൻ കളേഴ്സിൽ ചെറിയ ചെറിയ ഇതളുകൾ പോലെയുണ്ട്. നിങ്ങൾ ഏത് ഹിബിസ്കസ് ഫ്ലവർ എടുത്ത് നോക്കിയാലും ഏത് റോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ഗ്രീൻ കളറിലുള്ള ഇതള് പോലെയുള്ള സാധനം. അതിനാണെന്ന് പറയുക കാലിക്സ് എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് കോറല്ല എന്ന് പറഞ്ഞാൽ എന്താ? കോറല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതളുകളാണ്, പെറ്റൽസിലെ ഇതളുകളാണ് കോറല്ല. അകത്ത് എന്താ ഉള്ളത്? ആൻഡ്രീഷ്യം കഴിഞ്ഞ് അതിനുള്ളിലാണ് ഗൈനീഷ്യം ഉള്ളത്. ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എ ഫ്ലവർ ആണ്. ഫങ്ഷൻസ് ഓഫ് ഫ്ലവർ എന്താണ്? ഫ്ലവറിൻ്റെ ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻസ് ആണ് പഠിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ഹോൾഡ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ പല പാർട്സിനെയും ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ചേർത്ത് വെക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ആരാണ് ചെയ്യുന്നത്? തലമസ് ആണ്, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, പെറ്റൽസിനെയും എന്താണ് സെപ്പൽസിനെയും പെറ്റൽസിനെയും ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും എല്ലാം ചേർത്ത് വെക്കുന്നത് ആരാണ്? തലമസ് ആണ്. അടുത്ത് പ്രൊവൈഡ്സ് കളർ, ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്റ്റീവ്നെസ് ടു ദ ഫ്ലവർ. ഫ്ലവറിന് കളർ കൊടുക്കുകയും ഫ്രാഗ്രൻസ് എന്താണ്? മണം കൊടുക്കുകയും അട്രാക്റ്റീവ്നെസ് കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? കോറല്ല. അടുത്തെന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അത് എന്തൊക്കെ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? ആന്തറും ഫിലമെൻറ്റും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. ഏതാണ്? ആൻഡ്രീഷ്യം. അടുത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഏതാണ്? സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയെല്ലാം അതിൻ്റെ പാർട്സാണ്. അതൊക്കെ എന്താണ് നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ? ആൻഡ്രീഷ്യം. അടുത്ത് കണക്ട്സ് ദ ഫ്ലവർ വിത്ത് ദ പ്ലാന്റ്. ഫ്ലവറിനെ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? തണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആരാണത്? തലമസ്. പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ വെൻ ഇറ്റ് ഈസ് എ ബഡ്, ഹോൾ പെറ്റൽ ആഫ്റ്റർ ഇറ്റ് ബ്ലൂംസ്. എന്താണ്? ഫ്ലവറിനെ അത് മൊട്ടായിരിക്കുന്ന സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാ? ഗ്രീൻ കളറിലുള്ള കാലിക്സ് അല്ലേ മൊട്ടിന് ചുറ്റും നിൽക്കുന്നത്. പിന്നീട് അത് പൂവായി കഴിയുമ്പോൾ പെറ്റൽസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതും ആരാണ്? ഈ കാലിക്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ പാർട്സ് പഠിച്ചു. അതെല്ലാം ഒന്നുകൂടി എന്താണ് അടയാളപ്പെടുത്താനാണ് തന്നേക്കുന്നത്. ആ തണ്ടിന് എന്തെന്നാ പറയുക? തലമസ്. അത് മാർക്ക് ചെയ്യുക. അടുത്ത് ഗ്രീൻ കളറിൽ ചെറിയ ഇതളുകൾ പോലെ കാണുന്ന ആരാണ്? കാലിക്സ്. അത് കഴിഞ്ഞ് നമ്മളുടെ പൂവിൻ്റെ ഇതളുകൾ എന്തെന്നാ പറയുക? കോറല്ല. അത് കഴിഞ്ഞ് അകത്തുള്ള എന്താണ്? ആൻഡ്രീഷ്യം. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. അത് കഴിഞ്ഞ് അത് ഏറ്റവും ഉള്ളിലാണ് ആരുള്ളത്? ഗൈനീഷ്യം എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. വേർ ഡു ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഡെവലപ്പ് ഓൺ പ്ലാന്റ്? ഒരു പ്ലാന്റിൽ ഫ്രൂട്ടും സീഡും എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ്. ഫ്രൂട്ട്സും സീഡ്സും പ്ലാന്റിൽ ഗൈനീഷ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഫ്ലവറിലെ ഗൈനീഷ്യത്തിൽ നിന്നാണ് ഫ്രൂട്ട്സും സീഡ്സും ഉണ്ടാകുന്നത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് സീഡ് ഫോർ എ പ്ലാന്റ്? ഒരു ചെടിയിൽ സീഡ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? പുതിയ ചെടി ഫോം ചെയ്യാൻ സഹായിക്കും. വാട്ട് മേ ബി ദ ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ് ദെൻ? അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫ്ലവർ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. ഫ്ലവേഴ്സ്. You know that fruits are formed from flowers and seedlings are produced by the germination of seeds seen inside fruits.
നിങ്ങൾക്കറിയാമല്ലോ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഫ്ലവേഴ്സിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത്. സീഡ്ലിങ്സ് ചെറിയ തൈകൾ ഉണ്ടാകുന്നത് ജെർമിനേഷൻ ഓഫ് സീഡ് വഴിയാണ്. ചെറിയ വിത്തുകൾ മുളയ്ക്കുമ്പോഴാണ് തൈകൾ ഉണ്ടാകുന്നത്. റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ദെയർ യങ് വൺസ് ടു റിട്ടൈൻ ദെയർ ആൻസെസ്ട്രി. റീപ്രൊഡക്ഷൻ എന്നാൽ എന്താണ്? തൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഓരോ ജീവജാലങ്ങളും പുതിയ യങ് വൺസിനെ, അതായത് അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലവേഴ്സ് പെർഫോം ദ ഫങ്ഷൻ ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് ആരാണ്? ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ആര്? ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സാണ് പ്ലാന്റ്സിന് ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഹൗ ഡസ് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഒക്കർ ഇൻ എ ഫ്ലവർ? ഒരു ഫ്ലവറിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? നൗ യു ആർ ഫെമിലിയർ വിത്ത് ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫ്ലവർ. നൗ ലെറ്റ് us ഒബ്സർവ് ഫ്ലവേഴ്സ് മോർ ക്ലോസ്ലി. അപ്പോൾ ഫ്ലവേഴ്സിനെ കൂടുതൽ നന്നായി നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഹിബിസ്കസ് ആയിരുന്നാലും വേറെ ഏത് ചെടി എടുത്തായിരുന്നാലും അതിൻ്റെ പൂവിലൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ പൂമ്പൊടികൾ കണ്ടിട്ടില്ലേ? അതിനെയാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. പോളൻസ് എന്നും പറയും, പോളൻ ഗ്രെയിൻസ് എന്നും പറയും. ഇത് രണ്ടും ഒന്നാണ്. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഗൈനീഷ്യത്തിൻ്റെ സ്ട്രക്ചറും ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചറുമാണ്. ഗൈനീഷ്യം നോക്കിയേ, 3 പ്രധാനമായ പാർട്ടാണ് ഗൈനീഷ്യത്തിനുള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മയിലാണ് പോളൻ ഗ്രെയിൻസ് എല്ലാം വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതാണ് സ്റ്റിഗ്മ. അത് കഴിഞ്ഞ് നീളമുള്ള പാർട്ടാണ് സ്റ്റൈല്. സ്റ്റൈല് കഴിഞ്ഞുള്ള ഒരു ഓവൽ ഷേപ്ഡ് പാർട്ടാണ് ഓവറി. ഓവറിക്കകത്താണ് ആരുള്ളത്? ഒവ്യൂൾ ഉള്ളത്. ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് കാണുന്നത്. എഗ്ഗാണ് ഫെർട്ടിലൈസേഷന് സഹായിക്കുന്നത്. എഗ്ഗാണ് അടുത്ത് പുതിയൊരു സീഡ് ഉണ്ടാവാനും ഒരു പ്ലാന്റ് ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നത് എഗ്ഗാണ്. അടുത്ത ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കേണ്ടത്. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ ആന്തറും ഫിലമെൻറ്റും ചേർന്നതാണ് ആൻഡ്രീഷ്യം. ആന്തർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ റൗണ്ട് സ്ട്രക്ചർ, സ്പെറിക്കൽ സ്ട്രക്ചറാണ് ആന്തർ. ഫിലമെൻ്റ് എന്ന് പറയുന്നത് ഒരു നീളമുള്ള ലെങ്തി പാർട്ടിനെയാണ് ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. Male gamete is seen in the pollen grain found in anther of the andrecium. ആൻഡ്രീഷ്യത്തിൽ ആന്തറും ഫിലമെൻറ്റും ഉണ്ട്. ഈ ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻ കാണുന്നത്, പൂമ്പൊടി പോളൻ ഗ്രെയിൻ കാണുന്നത്. ഈ പൂമ്പൊടിയിനുള്ളിലാണ് മെയിൽ ഗാമറ്റ് കാണുന്നത്. മെയിൽ ഗാമറ്റും എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് പുതിയ സീഡ് ഉണ്ടാകുന്നത്. അടുത്ത പേജിൽ നോക്കിയാൽ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒലിയൻഡർ, പംകിൻ, ബിറ്റർ ഗോഡ് മുതലായ പ്ലാന്റ്സിൻ്റെ എല്ലാം ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ആണെന്ന് പഠിച്ചു. ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ഒൺലി ആൻഡ്രീഷ്യം ആർ മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ദോസ് വിത്ത് ഒൺലി ഗൈനീഷ്യം ആർ ഫീമെയിൽ ഫ്ലവേഴ്സ്. ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആൻഡ്രീഷ്യം മാത്രമാണുള്ളതെങ്കിൽ അത് ഒരു മെയിൽ ഫ്ലവറും, ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ ഗൈനീഷ്യം മാത്രമാണുള്ളതെങ്കിൽ അതൊരു ഫീമെയിൽ ഫ്ലവറുമാണ്. പംകിൻ, കുക്കുംബർ, ബിറ്റർ ഗോഡ്, സ്നേക്ക് ഗോഡ്, ആഷ് ഗോഡ്, കോക്കനട്ട്, അരക്കനട്ട് ട്രീസ് ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് എന്നും മെയിൽ ഫ്ലവേഴ്സ് എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. ബിറ്റർ ഗോഡിന് തന്നെ ആൻഡ്രീഷ്യം ഉള്ളത് മെയിൽ ഫ്ലവറാണ്. ബിറ്റർ ഗോഡിന് തന്നെ ഒരു ഫ്ലവറിൽ ഇപ്പോൾ ഗൈനീഷ്യമാണുള്ളതെങ്കിൽ അത് ബിറ്റർ ഗോഡിൻ്റെ ഫീമെയിൽ ഫ്ലവറാണ്. ഫ്ലവേഴ്സ് ഹാവിങ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉള്ളതിനെയാണ് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഒലേൻഡർ, ക്ലിട്ടോറിയ തുടങ്ങിയ ചെടികളിലെല്ലാം ഫ്ലവേഴ്സിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരേ ഫ്ലവറിൽ തന്നെ കാണുന്നു. അതിനെയാണ് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. എന്നാൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും സെപ്പറേറ്റ് ആയിട്ട് 2 ഫ്ലവേഴ്സിൽ കാണുന്നതിനെയാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കുക്കുംബർ, ബിറ്റർ ഗോഡ് എക്സെട്ര. അടുത്ത് എങ്ങനെയാണ് സീഡ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിൽ ഗാമെറ്റ്, പോളൻ ഗ്രെയിനിനുള്ളിലെ മെയിൽ ഗാമെറ്റ് ഓവറിനുള്ളിലെ ഒവ്യൂളിലെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് അതിന് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. മെയിൽ ഗാമറ്റ് ഫ്രം ദ പോളൻ ഗ്രെയിൻ ഷുഡ് റീച്ച് ദ ഓവറി ആൻഡ് ഫ്യൂസ് വിത്ത് ദ എഗ്ഗ്. പോളൻ ഗ്രെയിനിനുള്ളിലെ മെയിൽ ഗാമറ്റ് ഓവറി വരെ എത്തിയിട്ട് ഓവറിനുള്ളിലെ ഒവ്യൂളിലെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമറ്റ് വിത്ത് എഗ് ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗാമറ്റും എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്.
ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീണിട്ട് സ്റ്റിഗ്മ വഴി സ്റ്റൈലിലേക്ക് പോയി സ്റ്റൈലിൽ കൂടി ഓവറിയിലെത്തി ഓവറിയിനുള്ളിൽ ഒവ്യൂളിൽ കൂടി എഗ്ഗിലെത്തണം. വേർ ഈസ് ദ മെയിൽ ഗാമറ്റ് സീൻ ഇൻ ഫ്ലവർ? ഒരു ഫ്ലവറിൽ മെയിൽ ഗാമറ്റ് എവിടെയാണ് കാണുന്നത്? ആന്തറിൽ. വേർ ക്യാൻ വി സീ ദ എഗ് ഓഫ് എ ഫ്ലവർ? നമ്മൾ ഒരു ഫ്ലവറിലെ എഗ്ഗ് എവിടെയാണ് കാണുന്നത്? ഓവറിയിൽ. വേർ ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഓവറിയിൽ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഷുഡ് റീച്ച് ദ സ്റ്റിഗ്മ ഫോർ ഫെർട്ടിലൈസേഷൻ. ആന്തറിനുള്ളിലെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഫ്രം ദെയർ ദ മെയിൽ ഗാമറ്റ് ഷുഡ് റീച്ച് ദി ഓവറി. സ്റ്റിഗ്മയിൽ നിന്ന് സ്റ്റൈല് വഴി ഓവറിയിൽ എത്തിച്ചേരണം. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് പോളിനേഷൻ, പരാഗണം എന്താണെന്നാണ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ to the stigma is called pollination. Factors that help in pollination are called pollinating agents. അതായത് പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോളിനേഷൻ, പരാഗണം എന്ന് പറയുന്നത്. ആന്തറിനുള്ളിലെ പോളൻ ഗ്രെയിൻസ് ഗൈനീഷ്യത്തിലെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോളിനേഷൻ, പരാഗണം എന്ന് പറയുന്നത്. പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നവരെ എന്തെന്ന് പറയും? പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് വിളിക്കും. പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസംസിൻ്റെ പേര് എഴുതാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ടർഫ്ലൈ ഹെൽപ്പ് ചെയ്യും, ബീസ് ഹെൽപ്പ് ചെയ്യും, അല്ലാണ്ട് പല ഇൻസെക്ട്സും എന്തിന് ഹെൽപ്പ് ചെയ്യും? പോളിനേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആയിട്ട് ബട്ടർഫ്ലൈയും ഹണി ബീയും ബേർഡ്സും പല ഇൻസെക്ട്സും ആക്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ഈ ഇൻസെക്ട്സിനെയും ബട്ടർഫ്ലൈയെയും ബീസിനെയും എല്ലാം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സ് ചെയ്യുക? അതിൻ്റെ പെറ്റൽസ് എല്ലാം നല്ല കളർഫുൾ ആക്കി വെക്കും, അതിന് നല്ല ഫ്രാഗ്രൻസും നെക്ടറും കൊടുക്കും. ഈ നല്ല മണം ഉണ്ടാകുകയും ചെയ്യും. ഈ വരുന്ന ജീവികൾക്കെല്ലാം തേൻ കൊടുക്കുകയും ചെയ്യും, നെക്ടർ കൊടുക്കുകയും ചെയ്യും. എന്നാൽ മോശമായിട്ടുള്ള ഗന്ധമുള്ള പ്ലാന്റ്സ് എന്ത് ചെയ്യും? അവരെന്താ ചെയ്യണമെന്ന് നോക്കിയേ. ഹാവ് യു എവർ എക്സ്പീരിയൻസ് ദ ഫോൾ സ്മെൽ ഓഫ് എലഫൻറ്റ് യാം ഫ്ലവർ? എലഫൻറ്റ് യാം ഫ്ലവർ ആണ് അവിടെ ആ പിക്ചറിൽ തന്നിരിക്കുന്നത്. അവർക്ക് എന്താണ്? മോശമായിട്ടുള്ള ഗന്ധമാണ് ഉള്ളത്. ഇൻ ദ എലഫൻറ്റ് യാം ആൻഡ് ടാരോ പോളിനേഷൻ ഈസ് ഡൺ ബൈ ഫ്ലൈസ്. അപ്പോൾ ഈ മോശം ഗന്ധമുള്ളവരുടെ കാര്യത്തിൽ ആരാണ് പോളിനേഷൻ നടത്തുക? ഫ്ലൈസ് ആണ് നടത്തുക, ഈച്ചകളാണ് നടത്തുക. ഫോൾ ഓർഡർ ഈസ് ടു അട്രാക്ട് ഫ്ലൈസ്. അപ്പോൾ ഈച്ചകളെ അട്രാക്റ്റ് ചെയ്യാനാണ് ഈ മോശമായിട്ടുള്ള ഗന്ധം ഈ പ്ലാന്റ്സിനുള്ളത്. ഇനി ഇവിടെ 3 പ്ലാന്റ്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ലെന്താനയുടെ ഫ്ലവറിൻ്റെ പിക്ചറും മുസാൻഡ ഫ്ലവറിൻ്റെ പിക്ചറും ബൊഗെയിൻ വില്ലേൻ്റെ ഫ്ലവറിൻ്റെ പിക്ചറും തന്നിട്ടുണ്ട്. അതിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്മോൾ ഫ്ലവേഴ്സ് ഗ്രോ ആസ് ഇൻഫ്ലോറസൻസ് വൈ. ചെറിയ ഫ്ലവേഴ്സ് എല്ലാം കൂട്ടം കൂടി നിൽക്കുന്നതിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ചെറിയ ഫ്ലവേഴ്സ് എല്ലാം ഇൻഫ്ലോറസൻസ് ആയി നിൽക്കാൻ കാരണം എന്താണ്? അതിന് കാരണം എന്താണ്? പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനാണ്. ബീസ്, ബട്ടർഫ്ലൈസ് മുതലായ പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ലീവ്സ് സറൗണ്ടിങ് മുസേന്ത ഫ്ലവേഴ്സ് ചേഞ്ചിങ് കളർ ആൻഡ് അപ്പിയറിംഗ് ലൈക്ക് ദ ഫ്ലവർ? മുസേന്ത ഫ്ലവറിനെ നോക്കിയാൽ ഫ്ലവറിന് ചുറ്റുമുള്ള ലീവ്സ് അതിൻ്റെ കളറ് മാറ്റി ഫ്ലവറിനോട് ചേർന്ന ഒരു കളറിലാണ് അപ്പിയർ ചെയ്യുന്നത്. അതെന്തിനാണ്? പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനാണ്. അടുത്ത ചോദ്യം എന്താ? ആർ ദ പാർട്സ് ഇൻ ബൊഗെയിൻവില്ല ദാറ്റ് ചേഞ്ച് കളർ ഫ്ലവേഴ്സ്? ബൊഗെയിൻവില്ല പ്ലാന്റിന് കളറ് മാറ്റി വേറൊരു പിങ്കിഷ് കളറിൽ കാണപ്പെടുന്നത് ഫ്ലവേഴ്സ് ആണോ എന്നാണ് ചോദ്യം. അത് ഫ്ലവേഴ്സ് അല്ല, അത് ബൊഗെയിൻവില്ലയുടെ ലീവ്സ് ആണ്. No, they are not flowers. They are specialized leaves which look like flowers. അപ്പോൾ ആ കളർ മാറ്റുന്ന പാർട്ട് ലീവ്സ് ആണ്, സ്പെഷ്യലൈസ്ഡ് ലീവ്സ് ആണ്, വിച്ച് ലുക്ക് ലൈക്ക് ഫ്ലവേഴ്സ്. അത് ഫ്ലവേഴ്സ് പോലെ ഇരിക്കും. എന്തിനാണത്? പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. ഇൻസെക്ട്സും ആനിമൽസും എല്ലാം പോളിനേറ്റിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് നോൺ ലിവിങ് ആയിട്ടുള്ള പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഏതൊക്കെയെന്നാണ്. ജീവനില്ലാത്ത പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഏതൊക്കെയെന്നാണ്. വാട്ടറും വിൻഡുമാണ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്, നോൺ ലിവിങ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. പോളിനേഷൻ പ്ലാന്റ്സ് ലൈക്ക് പാഡി, വീറ്റ്, മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ ഒക്കേഴ്സ് ത്രൂ വിൻഡ്. പാഡി, വീറ്റ്, മെയ്സ്, ഷുഗർ കെയിൻ മുതലായവയിൽ പോളിനേഷൻ നടക്കുന്നത് വിൻഡ് വഴിയാണ്. പാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നെല്ല്. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. മെയ്സ് എന്ന് പറയുമ്പോൾ ചോളം. ഷുഗർ കെയിൻ കരിമ്പ്. ഇതിലെല്ലാത്തിലും പോളിനേഷൻ നടക്കുന്നത് വിൻഡ് വഴിയാണ്. അടുത്ത പോളിനേറ്റിംഗ് പെപ്പർ പ്ലാന്റിലെ പോളിനേറ്റിംഗ് ഏജൻറ്റ് ആരാണ്? വാട്ടറാണ്. പെപ്പർ പ്ലാന്റ് എന്താണ്? കുരുമുളക്.
കുരുമുളകിലെ പോളിനേറ്റിംഗ് ഏജൻറ്റ് വാട്ടർ ആണ്. ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മഞ്ഞുതുള്ളികൾ. അടുത്തൊരു കോളമാണ് ഫില്ല് ചെയ്യാനുള്ളത്. ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ്. വെയിറ്റ് കുറഞ്ഞ പോളൻ ഗ്രെയിൻസിനെ പോളിനേറ്റ് ചെയ്യുന്നത് ആരാണ്? വിൻഡാണ്. കാറ്റടിക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞ പോളൻ ഗ്രെയിൻസ് എല്ലാം പറന്ന് അടുത്ത പൂവിൽ പോയി ഇരിക്കും. കളർഫുൾ ഫ്ലവേഴ്സിനെ പോളിനേറ്റ് ചെയ്യുന്ന ആരാണ്? ഹണി ബി. അടുത്ത് വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ്. ആരാണ് ഇതിനെ പോളിനേറ്റ് ചെയ്യുക? മോത്താണ്. രാത്രി മാത്രം പൂക്കുന്ന പൂക്കളെ പോളിനേറ്റ് ചെയ്യുന്നത് ആരാണ്? മോത്താണ്. പോളിനേഷൻ ഇൻ മോയ്സ്ചർ. ഈർപ്പത്തിലൂടെയുള്ള പോളിനേഷൻ ചെയ്യുന്ന ആരാണ്? വാട്ടർ. ഡ്യൂ ഡ്രോപ്സ്. ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ് തുള്ളികളാണ്. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. കൃത്രിമ പോളിനേഷൻ. Pollen grains from superior quality plants are collected and dusted on the stigma of other plants to produce high quality seeds. നേരത്തെ നമ്മൾ പോളിനേഷൻ പഠിച്ചപ്പോൾ ഇൻസെക്ട്സോ വിൻഡോ വാട്ടറോ ഒക്കെ കൂടെ നാച്ചുറലായിട്ട് പോളിനേറ്റ് ചെയ്യുന്നതിനെയാണ് നാച്ചുറൽ പോളിനേഷൻ എന്ന് പറയുക. അതല്ലാതെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഹ്യൂമൻസ് ആർട്ടിഫിഷ്യലി തനിക്ക് ഇഷ്ടമുള്ള രണ്ട് പൂക്കളെ തമ്മിൽ പരാഗണം നടത്തുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ്, അതായത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സിൽ നിന്ന് കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലോട്ട് ഡസ്റ്റ് ചെയ്യുന്നു, സ്റ്റിഗ്മയിലോട്ട് ഇടുന്നു. അപ്പോൾ ഹൈ ക്വാളിറ്റിയുള്ള സീഡ്സ് ഉണ്ടാകുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. എ വെറൈറ്റി ഓഫ് ഹണി ബി കോൾഡ് മെലിപ്പോണ പോളിനേറ്റ്സ് ദ വാനില ദറ്റ് ഗ്രോസ് ഇൻ മെക്സിക്കൻ ഫോറസ്റ്റ്. മെക്സിക്കൻ ഫോറസ്റ്റുകളിൽ വളരുന്ന വാനിലയിനെ പോളിനേറ്റ് ചെയ്യുന്ന ആരാണ്? ഹണീബി ആയിട്ടുള്ള മെലിപ്പോണ ആണ്. We have to adopt artificial pollination to cultivate vanilla in our country as there was no melipona bees. നമ്മുടെ രാജ്യത്ത് വാനില നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് മെലിപ്പോണ ബീസ് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയാണ് വാനിലേനെ നമ്മുടെ രാജ്യത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അടുത്തൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വീഴണമെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പം നമുക്കൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. ഒരു റോസാ ചെടിയുണ്ട്, അതിനൊരു പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അതിൻ്റെ പോളൻ ഗ്രെയിൻസ് അടുത്ത് ഒരു റോസാ ചെടി നിൽപ്പുണ്ട്, ഒരു ലില്ലീൻ്റെ ചെടി നിൽപ്പുണ്ട്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ്, റോസയിലുള്ള പോളൻ ഗ്രെയിൻസ് ഒന്നുകിൽ റോസിലോട്ട് തന്നെയുള്ള അടുത്ത റോസിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വീഴാം, അല്ലെങ്കിൽ ലില്ലിയുടെ സ്റ്റിഗ്മയിലേക്ക് വീഴാം. അപ്പോൾ റോസിൻ്റെ തന്നെ സ്റ്റിഗ്മയിലോട്ട് വീണാൽ മാത്രമേ. അപ്പോൾ ഈ പിക്ചർ നോക്കി, ഒരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള വേറെ ഒരു ഫ്ലവറിലേക്ക് വീണാൽ അവിടെ പോളിനേഷനും ഫെർട്ടിലൈസേഷനൊക്കെ നടക്കുമോ? പോളിനേഷൻ നടക്കും, അവിടെ വീഴും, പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. നോക്കിയേ, പോളൻ ഗ്രെയിൻസ് ഓഫ് പംകിൻ ഫ്ലവർ ഫോളിങ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ആഷ്കോഡ് ഫ്ലവർ. പംകിൻ ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് ആഷ്കോഡ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വീഴുന്നു. അവിടെ പോളിനേഷൻ എഫക്റ്റീവ് ആകോ? ഇല്ല. അടുത്ത് നോക്കിയേ, പോളൻ ഗ്രെയിൻസ് ഓഫ് ആഷ്കോഡ് ഫോളിങ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അനദർ ആഷ്കോഡ് ഫ്ലവർ. ഒരു ആഷ്കോഡ് ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് മറ്റൊരു ആഷ്കോഡ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് വീഴുന്നു. അവിടെ പോളിനേഷൻ എഫക്റ്റീവ് ആണ്. അപ്പോൾ അവിടെ ടിക്ക് മാർക്ക് ഇടുക. Pollination become effective when the pollen grains fall on the stigma of the flower of the same kind. Pollination എപ്പോഴാണ് എഫക്റ്റീവ് ആവുന്നത്, ശരിയായി നടക്കുന്നത്? pollen grains falls on the stigma of the flowers of same kind. ഒരേ തരത്തിലുള്ള ഫ്ലവറിലേക്ക് വേണം പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാൻ, എന്നാൽ മാത്രമേ അവിടെ പോളിനേഷൻ എഫക്റ്റീവ് ആകുള്ളൂ. പോളൻ ഗ്രെയിൻസ് ദാറ്റ് ഫോൾ ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അതർ കൈൻഡ് ഓഫ് ഫ്ലവർ മേ ഗെറ്റ് ഡിസ്ട്രോയിഡ്. പോളൻ ഗ്രെയിൻസ് ഇപ്പം മറ്റൊരു തരത്തിലുള്ള ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്കാണ് വീഴുന്നതെങ്കിൽ ആ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യപ്പെടാം? ഡിസ്ട്രോയ് ആയി പോകാം, നശിച്ചു പോകാം. അടുത്ത് നോക്കിയേ, പോളിനേഷൻ എങ്ങനെയെല്ലാം നടക്കാം എന്ന 3 പിക്ചേഴ്സാണ് കാണിക്കുന്നത്. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലവർ ഉണ്ട്, ആ ഫ്ലവർ ബൈസെക്ഷൽ ഫ്ലവറാണ്, അതായത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്താ പറ്റുക? ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൽ തന്നെയുള്ള ഗൈനീഷ്യത്തിലെ സ്റ്റിഗ്മയിലേക്ക് വീഴുന്നു. അവിടെ പോളിനേഷൻ എഫക്റ്റീവായി നടക്കുന്നു, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു തരം സെൽഫ് പോളിനേഷൻ ഉണ്ട്. ഒരു ചെടിയുണ്ട്, അതിൽ 2 ഫ്ലവേഴ്സ് ഉണ്ട്.
അതിൽ ഒരു ഫ്ലവറിൻ്റെ ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു ഫ്ലവറിൻ്റെ ഗൈനീഷ്യത്തിലെ സ്റ്റിഗ്മയിലേക്ക് വീഴുന്നു. അപ്പോഴും പോളിനേഷൻ എഫക്റ്റീവായിട്ട് നടക്കുന്നു. രണ്ടും പോളൻ ഗ്രെയിൻസും സ്റ്റിഗ്മയും ഒരേ ഫ്ലവറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചെടിയുടെ 2 ഫ്ലവറിൽ നിന്നോ ആണ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ചെടികളാണ് അവിടെ ഉള്ളത്. ഒരു ചെടിയുടെ ഒരു ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വന്ന് മറ്റൊരു ചെടിയുടെ അതേ തരത്തിലുള്ള മറ്റൊരു ചെടിയുടെ ഗൈനീഷ്യത്തിനുള്ളിൽ സ്റ്റിഗ്മയിലേക്ക് വീഴുന്നു. അതിനെയാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഒരു ചെടിയുള്ളെങ്കിൽ അവിടെ എന്താണ് നടക്കുക? സെൽഫ് പോളിനേഷൻ. 2 ചെടികളുണ്ട്, അത് രണ്ടും ഒരേ തരത്തിലുള്ള ചെടികളായിരിക്കണം എങ്കിൽ എന്താണ് നടക്കുക? ക്രോസ് പോളിനേഷനാണ് നടക്കുക. സെൽഫ് പോളിനേഷൻ എന്നാൽ എന്താണ്? പോളിനേഷൻ ഓഫ് ഫ്ലവർ ബൈ പോളൻ ഫ്രം സെയിം ഫ്ലവർ ഓർ ഫ്രം അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിലുള്ള ചിലപ്പോൾ ഒരു ഫ്ലവറിൽ തന്നെ നടക്കുന്നതായിരിക്കാം സെൽഫ് പോളിനേഷൻ, അല്ലെങ്കിൽ 2 ഫ്ലവർ തമ്മിൽ നടക്കുന്ന പോളിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിലെ ഫ്ലവറിൻ്റെ ഗൈനീഷ്യത്തിലെ സ്റ്റിഗ്മയിലേക്ക് വീഴുന്നു. അതാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ ഓഫ് എ ഫ്ലവർ ബൈ പോളൻ ഫ്രം അനദർ പ്ലാന്റ്. സെൽഫ് പോളിനേഷൻ നടക്കണമെങ്കിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരേ പ്ലാന്റിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ എന്താണ്? അവർ ബൈസെക്ഷൽ ആയിരിക്കണം. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരേ പ്ലാന്റിലുണ്ടെങ്കിൽ മാത്രമേ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കൂ. അപ്പോൾ കുക്കുംബർ, ബിറ്റർ ഗോഡ്, പംകിൻ പോലുള്ളവയിൽ സെൽഫ് പോളിനേഷൻ നടക്കുമോ? ഇല്ല, നോ. കാരണം എന്താണ്? ദേ ആർ യൂണിസെക്ഷൽ. അവർ യൂണിസെക്ഷലാണ്. കാരണം അവരിൽ ഒന്നുകിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം, മെയിൽ ഫ്ലവേഴ്സോ ഫീമെയിൽ ഫ്ലവേഴ്സോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. പോളിനേഷൻ്റെ സമയത്ത് മെയിൽ ഗ്യാമറ്റ് ഓവറിയിലെത്തുകയും അവിടെയുള്ള എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈനീഷ്യമാണ് പിന്നീട് ഫ്രൂട്ടായി മാറുന്നത്. ആൻഡ്രീഷ്യവും പെറ്റൽസും അതായത് കോറലയും എല്ലാം ഫ്രൂട്ടായി കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ പാർട്സ് ദാറ്റ് റിമെയിൻ? ഏതെല്ലാം പാർട്സാണ് പഴയ പോലെ നിലനിൽക്കുന്നത്? പെഡിസലും തലമസും എന്തായാലും നിലനിൽക്കും. കാലിക്സ് ചില കേസിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടൊമാറ്റോൻ്റെ കേസിലൊക്കെ നോക്കിയാൽ നമുക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാലിക്സിനെ കാണാം. കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ഗ്രീൻ കളർ പെറ്റൽസ് പോലെയുള്ളതിനെയാണ് കാലിക്സ് എന്ന് പറയുന്നത്. ടൊമാറ്റോൻ്റെ കേസിലൊക്കെ നോക്കിയേ, ടൊമാറ്റോൻ്റെ മുകളിൽ ഗ്രീൻ കളറിലെ ചെറിയ ഇലകൾ പോലെയുള്ളത് എന്താണ്? കാലിക്സ് ആണ്. അപ്പോൾ അത് ഫ്രൂട്ട് ആയതിനു ശേഷവും ടൊമാറ്റോ ആയതിനു ശേഷവും അവിടെ കാലിക്സ് നിലനിൽക്കുന്നില്ലേ? അതുതന്നെയാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഫ്രൂട്ട് ആയതിനു ശേഷവും നിലനിൽക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണത്. അടുത്ത് നോക്കി, നമ്മളൊരു ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഓവറി ഫ്രൂട്ടായി മാറുകയും ഒവ്യൂള് സീഡായി മാറുകയും ചെയ്യുന്നത്. ഒവ്യൂളാണ് സീഡായി മാറുന്നത് നമ്മൾ പഠിച്ചു. ഒവ്യൂളിനുള്ളിൽ ടൈനി അണ്ടർ ഡെവലപ്ഡ് പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് എംബ്രിയോ എന്ന് പറയുന്നത്. ഈ എംബ്രിയോ ആണ് പിന്നീട് പുതിയ ചെടികൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നത്. അടുത്ത് നോക്കിയൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ഓരോ പാർട്സും അതിനെന്തെല്ലാം മാറ്റം വരുമെന്നാണ്. ഒരു ഫ്ലവർ ഫ്രൂട്ടായി കഴിയുമ്പോൾ പെഡിസൽ എന്ത് പറ്റും? സ്ട്രോങ് ആകും. ദെൻ തലമസ്. പെഡിസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലവറിൻ്റെ ആ തണ്ടിനെയാണ് പെഡിസൽ എന്ന് പറയുന്നത്. തലമസിന് എന്ത് പറ്റും? തലമസും സ്ട്രോങ് ആകും. കാലിക്സ് ബിക്കം സ്ട്രോങ് ഇൻ ടൊമാറ്റോ ഓർ ബ്രിഞ്ചൽ ഓർ ഫോൾസ് ഓഫ്. കാലിക്സ് ടൊമാറ്റോ ബ്രിഞ്ചലിൻ്റെ കേസിലെല്ലാം നല്ല സ്ട്രോങ് ആവും. എന്നാൽ ചില കേസിൽ അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. കോറല എന്ത് പറ്റും? ഫോൾസ് ഓഫ്. കോറല കൊഴിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത്? ഒരു പൂവിൻ്റെ ഇതളുകൾ ഫ്രൂട്ട് ആകുമ്പോൾ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയേ. വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ യുവർ ഫ്ലവർ? ഇവിടെ ആഷ്കോട്ട് ഫ്ലവറിൻ്റെ ഒരു പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു എ സീഡ്? ഏത് പാർട്ടാണ് സീഡായി മാറുന്നത്? ഒവ്യൂൾ. വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു എ ഫ്രൂട്ട്? ഏത് പാർട്ടാണ് ഫ്രൂട്ടായി മാറുന്നത്? ഓവറി. ഇവിടെ നോക്കിയേ, പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. മാംഗോ ഫ്ലവർ മാംഗോ ആകുന്നതും ടൊമാറ്റോ ഫ്ലവർ ടൊമാറ്റോ ആകുന്നതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ പ്രത്യേകത? ഒരു മാംഗോ ഫ്ലവർ ഒരു മാംഗോ ആയിട്ട് മാറുന്നു. ഒരു ടൊമാറ്റോ ഫ്ലവർ ഒരു ടൊമാറ്റോ ആയിട്ട് മാറുന്നു. അപ്പോൾ ഓരോ ഫ്ലവറിൽ നിന്നും ഓരോ ഫ്രൂട്ട് ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക? അങ്ങനെ ഫോം ചെയ്യുന്ന ഫ്രൂട്ട്സിനെയാണ് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഒരു മാംഗോ ഫ്ലവറിൽ നിന്നുണ്ടായ ഒരു മാംഗോയെയാണ് സിമ്പിൾ ഫ്രൂട്ടായിട്ട് കണക്കാക്കുക. ഒരു ടൊമാറ്റോ ഫ്ലവറിൽ നിന്ന് ഒരു ടൊമാറ്റോ ഉണ്ടായി. അപ്പോൾ ടൊമാറ്റോ ഒരു സിമ്പിൾ ഫ്രൂട്ട്സ് ആണ്. ഓൺലി വൺ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ഈച്ച് ഫ്ലവർ. ദീസ് ഫ്രൂട്ട്സ് ആർ കാൾഡ് സിമ്പിൾ ഫ്രൂട്ട്സ്.
ഹൗ മെനി സീഡ്സ് ആർ ദെയർ ഇൻ മാംഗോ? മാംഗോയിൽ എത്ര സീഡ്സ് ഉണ്ട്? 1. ഡോസ് എ ടൊമാറ്റോ ഹാവ് ഓൺലി 1 സീഡ്? ഒരു ടൊമാറ്റോയിൽ ഒരു സീഡാണോ ഉള്ളത്? അല്ല. മെനി. വാട്ട് മേ ബി ദ റീസൺ ഫോർ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് സീഡ്സ്? സീഡ്സിന് വ്യത്യസ്തമായ നമ്പർ ഉണ്ടാവാൻ കാരണം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഉത്തരം? ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ഒവ്യൂൾസ് ഇൻ ഓവറി. ഒരു ഓവറിക്കുള്ളിൽ ഒവ്യൂൾസിൻ്റെ നമ്പറിൽ വ്യത്യസ്തം ഉണ്ടെങ്കിൽ സീഡ്സിലും വ്യത്യാസം കാണും. കാരണം എന്താണ്? ഒവ്യൂൾസ് ആണ് സീഡായി മാറുന്നത്. മാംഗോയിൽ ഒരു ഒവ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് മാംഗോയിൽ ഒരു സീഡ് മാത്രം ഉണ്ടായത്. എന്നാൽ ടൊമാറ്റോയിൽ ഒത്തിരി ഒവ്യൂൾസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒത്തിരി സീഡ്സ് ഉണ്ടാവാൻ കാരണമായത്. അടുത്ത് നോക്കിയേ, 1 ഫ്ലവർ മെനി ഫ്രൂട്ട്സ്. ഒരു ഫ്ലവർ എന്നാൽ ഒത്തിരി ഫ്രൂട്ട്സ്. അതെങ്ങനെയാണ്? ഹാവ് യു സീൻ ഫ്രാഞ്ചിപ്പാനി ഫ്ലവേഴ്സ്? ഫ്രാഞ്ചിപ്പാനി എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടേക്ക് എ ഫ്ലവർ ആൻഡ് ഒബ്സർവ് ദ ഓവറി. ആ ഫ്ലവർ എടുത്ത് അതിൻ്റെ ഓവറി നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓവറിയും ഗൈനീഷ്യം എല്ലാം ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡസ് ദ ഫ്ലവർ ഹാവ് ഓൺലി 1 ഓവറി? ഈ ഫ്ലവറിന് ഒരു ഓവറിയാണോ ഉള്ളത്? അല്ല, മോർ ദാൻ 1 ഓവറിയാണ് ഫ്രാഞ്ചിപ്പാനി എന്ന് പറഞ്ഞ ഫ്ലവറിന് ഉള്ളത്. ഇഫ് സോ ഹൗ മെനി ഫ്രൂട്ട്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം 1 ഫ്ലവർ? അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലവറിൽ നിന്ന് എത്ര ഫ്രൂട്ട്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നാണ്. ഒന്നിൽ കൂടുതൽ ഓവറി ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. ഒരു ഫ്ലവറിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ഓവറി ഫ്രാഞ്ചിപ്പനി എന്ന ഫ്ലവറിനുണ്ട്. എന്നാൽ എന്ത് പറ്റും? ഒന്നിൽ കൂടുതൽ ഓവറി ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകും. ഓവറിയാണ് ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്. If more than 1 fruit is formed from a flower, such fruits are called aggregate fruits. ഒന്നിൽ കൂടുതൽ ഫ്രൂട്ടാണ് ഒരു ഫ്ലവറിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് അഗ്രിഗേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റാർഡ് ആപ്പിൾ, ബ്ലാക്ക്ബെറി, പോളിയാൽത്തിയ ഫ്രൂട്ട് ഇതെല്ലാം അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു ഫ്ലവറിനുള്ളിൽ മോർ ദാൻ 1 ഓവറി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഫ്ലവർ ഒരുപാട് ഫ്രൂട്ട്സായി മാറുന്നു. അതിനെയാണ് എന്തെന്ന് പറയുക? അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുക. അടുത്തെന്താ? ലുക്സ് 1 thou not 1. ഒന്നായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഒന്നല്ല. അതെന്താണ്? ജാക്ക് ട്രീൻ്റെ ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടോ എന്നാണ് ആദ്യം ഇവർ ചോദിച്ചിരിക്കുന്നത്. ജാക്ക് ട്രീൻ്റെ ഫ്ലവർ ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പൂക്കൾ ഒത്തുചേർന്ന് നിൽക്കുന്നതിനാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ദെയർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഇൻഫ്ലോറസൻസ് ഓഫ് ജാക്ക് ട്രീ. ജാക്ക് ട്രീയുടെ ഫ്ലവേഴ്സ് ഒരുപാട് ഫ്ലവേഴ്സ് കൂടിച്ചേർന്നാണ് നിൽക്കുന്നത്. ക്യാൻ യു ഇമാജിൻ ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ദിസ് ഇൻഫ്ലോറസൻസ്? അപ്പോൾ ഒത്തിരി പൂക്കൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പം ഈ ഓരോ പൂക്കളും ഓരോ ഫ്രൂട്ടായി മാറുമെന്ന് നമുക്കറിയാമല്ലോ. ഈച്ച് സച്ച് ഫ്രൂട്ട് ഈസ് ദ ചക്കച്ചുള ആൻഡ് ദ സീഡ് ഈസ് ചക്കക്കുരു. അപ്പോൾ നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ട് കാണുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് കൂടി ചേർന്ന് നിൽക്കുന്നു. ആ ഓരോ ഫ്ലവേഴ്സും ആണ് പിന്നീട് ഓരോ ചക്കച്ചുള ആയിട്ട് മാറുന്നത്. ആ ഓരോ ചക്കച്ചുളയ്ക്കകത്തും സീഡുകളുണ്ട്. അപ്പോൾ എന്താ? ചക്ക ചവിണി എന്ന് പറയുന്നതാണ് ഈ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലോറസൻസിനകത്ത് ഒത്തിരി പൂക്കളുണ്ട്. ആ ഓരോ പൂക്കളുമാണ് ഓരോ ചക്കച്ചുള. They are all arranged inside a common covering as a single fruit. Such fruits are called multiple fruits. അപ്പോൾ എന്താ? ഒരു കവറിങ്ങിനകത്ത്, ആ കവറിങ് ആണ് എന്താണ്? നമ്മൾ ഈ ഗ്രീൻ പാർട്ട് കാണത്തില്ലേ ചക്കയിൽ, ആ പുറത്തുള്ള തോട്, ആ ഒരു കവറിങ്ങിനകത്ത് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. ഓരോ ഫ്ലവേഴ്സും ആണ് ചക്കച്ചുള. ആ ഓരോ ചക്കച്ചുളയ്ക്കകത്ത് ഓരോ സീഡ് ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു ഇൻഫ്ലോറസൻസ് ആയി നിൽക്കുന്നത് ഫ്രൂട്ട് ആകുമ്പോഴാണ് അതിനെന്തെന്ന് പറയുക? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുക. എക്സാമ്പിൾ എന്താണ്? ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ എക്സെട്ര. അടുത്ത് നോക്കിയേ, ഹൗ മെനി ഓവറീസ് ആർ ദെയർ ഇൻ എ ഫ്ലവർ? അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓരോ ഫ്ലവേഴ്സിനെ എടുത്ത് അതിൽ എത്ര ഓവറീസ് ഉണ്ട്, എത്ര ഒവ്യൂൾ ഉണ്ട് എന്നെല്ലാം നോക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് ഒവ്യൂൾസ് ഓവറിക്കുള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെല്ലാം നമ്മൾ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ 3 തരം ഫ്രൂട്ട്സ് പഠിച്ചു. സിമ്പിൾ ഫ്രൂട്ട്, ആഗ്രിഗേറ്റ് ഫ്രൂട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അപ്പോൾ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓവറി, ആ ഒരു ഓവറിക്കുള്ളിൽ ഒരു സീഡ് ഉണ്ടായിരിക്കാം, ഒരുപാട് സീഡ് ഉണ്ടായിരിക്കാം. ആ ഒരു ഓവറി ഒരു ഫ്രൂട്ടായി മാറുന്നു. ഒരു ഫ്രൂട്ടിനുള്ളിൽ ഒരു സീഡായിരിക്കാം. ഒരു സീഡായതിനുള്ള എക്സാമ്പിൾ ഏതാണ്? മാംഗോ. അല്ലെങ്കിൽ ഒരുപാട് സീഡ് ഉണ്ടായിരിക്കാൻ എക്സാമ്പിളാണ് ടൊമാറ്റോ. അടുത്ത് നമ്മൾ എന്താ പഠിച്ചത്? അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുമ്പം ഒരുപാട് ഓവറി ഉണ്ട്, ആ ഓരോ ഓവറിയും ഓരോ ഫ്രൂട്ടായി മാറുന്നു. അതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അടുത്തെന്താ നമ്മൾ പഠിച്ചത്? മൾട്ടിപ്പിൾ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കവറിങ്ങിനുള്ളിലാണ് കാണപ്പെടുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് പോലെയോ പൈനാപ്പിൾ പോലെയോ എല്ലാം ഒരു കവറിങ്ങിലുള്ള ഒരു ഫ്രൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്.
നമ്മൾ ഇത്രയും നേരം ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ചില കേസുകളുണ്ട്, അത് എന്താണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് കാഷ്യൂ നട്ടിൻ്റെ കാര്യത്തിൽ പെഡിസലാണ് എന്തായി മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ആപ്പിളിൻ്റെ കാര്യത്തിൽ തലമസ് ആണ് എന്തായി മാറുന്നത്, ഫ്രൂട്ടായി മാറുന്നത്. വിച്ച് പാർട്ട് ഡെവലപ്പ് ടു ഫോം കാഷ്യൂ ഫോം ചെയ്യുന്നത് എന്തിൽ നിന്നാണ്, പെഡിസലിൽ നിന്നാണ്. ഇൻ സം പ്ലാന്റ്സ് പാർട്സ് ലൈക്ക് പെഡിസൽ, തലമസ് എക്സെട്ര ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ദീസ് ആർ കോൾഡ് ഫോൾസ് ഫ്രൂട്ട്സ്. ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെഡിസൽ, തലമസ് മുതലായ സ്ട്രക്ചേഴ്സ് പിന്നീട് ഫ്രൂട്ട്സ് ആയി മാറുന്നതിനെയാണ് ഫോൾസ് ഫ്രൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആപ്പിളിൻ്റെ കേസ് നോക്കിയേ, ആപ്പിളിൽ ഫ്രൂട്ടായി മാറിയത് തലമസ് എന്ന് പറഞ്ഞ പാർട്ടാണ്. ദ പാർട്ട് ഡെവലപ്ഡ് ഫ്രോം ദ തലമസ്. ഈ പെറ്റൽസ്, ഇതളുകളെല്ലാം വന്ന് അറ്റാച്ച് ചെയ്യുന്ന പാർട്ടിനെ ആയിരുന്നില്ലേ ഫ്ലവറിൽ തലമസ് എന്ന് വിളിച്ചത്. അപ്പോൾ ഈ തലമസ് ഡെവലപ്പ് ചെയ്താണ് ആപ്പിൾ ഫ്രൂട്ടായി മാറുന്നത്. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഒരു ചാർട്ട് ഫില്ല് ചെയ്യാനാണ്. നോക്കിയേ, 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫ്ലവേഴ്സ് ആർ സീൻ ആർ ഇൻഫ്ലോറസൻസ്. ഫ്ലവേഴ്സ് ഒരു കൂട്ടമായി നിൽക്കുന്നു. അത് ഏതിലാണ്, അരയ്ക്കനട്ടിൽ. അടുത്ത് മോർ ദാൻ 1 ഓവറി ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഒന്നിൽ കൂടുതൽ ഓവറി ഉണ്ട്. അതെന്താണ്, സ്ട്രോബെറി. ഫ്ലവേഴ്സ് ആർ സീൻ 1 by 1. ഓരോ ഫ്ലവേഴ്സായിട്ട് കാണുന്നു. അതെന്താ, ചില്ലി. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലെറ്റസ് അസസ് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു പിക്ചർ തന്നിട്ടുണ്ട് ബിറ്റർ ഗോഡിൻ്റെ. വാട്ട് ഇൻഫറൻസസ് ക്യാൻ ബി മെയ്ഡ് അബൌട്ട് ബിറ്റർ ഗോഡ് ഫ്ലവർ. ബിറ്റർ ഗോഡ് ഫ്ലവറിനെ പറ്റി നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം. ഇതിൽ ഒരുപാട് അരികൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് സീഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ സീഡും ഉണ്ടാവാൻ കാരണം ആരാണ്, ഒവ്യൂൾ. അപ്പോൾ നമുക്ക് എന്തിനു മനസ്സിലായി, ഇതിൽ ഒരുപാട് സീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഒവ്യൂൾ ഉണ്ടെന്നാണ് അർത്ഥം. മോർ ദാൻ 1 ovule ഈസ് പ്രസൻറ്റ് ഇൻ ആൻ ഓവറി. സോ മോർ ദാൻ 1 സീഡ്, ഒന്നിൽ കൂടുതൽ ഒവ്യൂൾ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ സീഡ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അടുത്ത ചോദ്യം നോക്കൂ. പാർട്സ് ലൈക്ക് പെറ്റൽസ്, ആൻഡ്രീഷ്യം എക്സെട്ര വിതർ ആൻഡ് ഫോൾ ഡൗൺ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം ഇതളുകളും ആൻഡ്രീഷ്യവും എല്ലാം കൊഴിഞ്ഞു പോകുന്നു. പെഡിസൽ, തലമസ് ആൻഡ് കാലിക്സ് ബിക്കം സ്ട്രോങ്ങർ. പെഡിസലും തലമസും കാലിക്സും സ്ട്രോങ്ങർ ആകുന്നു. അതിന് റീസൺ എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻഡ്രീഷ്യവും ഇതളുകളും എല്ലാം കൊഴിഞ്ഞു പോയതിന് ശേഷം ബാക്കി പെഡിസലും തലമസും കാലിക്സ് എല്ലാം സ്ട്രോങ് ആവാൻ കാരണം എന്താ, അതാണ് ആ ഫ്രൂട്ടിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഫ്രൂട്ടിനെ അവിടെ നിൽക്കാൻ സഹായിക്കുന്നത് ആരാണ്, ഇവരുടെ എല്ലാം ശക്തിയാണല്ലേ. അപ്പോൾ ഫ്ലവർ ടു ഫ്ലവർ എന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. അതിന് ആൻസർ ഉണ്ടായിരിക്കും ഗ്രൂപ്പിൽ. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക.